എനിക്ക് അവളുടെ മനസ്സിൽ അത്രയും വലിയ സ്ഥാനമുണ്ടെന്ന അർത്ഥം. ഞാൻ അവളുടെ സ്നേഹവും വിശ്വാസവും ഒന്നും അറിയിക്കുന്നില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ നല്ലൊരു ഭർത്താവാണ്, ഭാവിയിൽ നല്ലൊരു അച്ഛനും ആകും. നിനക്ക് വേണ്ടി ഭാര്യ എന്ന നിലയിൽ മഞ്ജു ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാ ചെയ്യുന്നത്. മഞ്ജുവിന്റെ ഭാഗത്തും തെറ്റുണ്ട്. അവൾക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ പ്രീതി ഈ വീട്ടിൽ ഇത്രയും വലിയൊരു സ്ഥാനം പിടിക്കില്ലായിരുന്നു. പക്ഷേ അപ്പൊ അവൾക്ക് ഏറ്റവും വലുത് ഡ്യൂട്ടി ആയിരുന്നു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മഞ്ജു ജോലി വേണ്ടെന്ന് വെക്കുന്നത് വളരെ മോശം തീരുമാനമായിട്ടാ എനിക്ക് തോന്നുന്നത്. ഭാവിയിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എനിക്ക് വേണ്ടി ഈ ജോലി രാജിവെച്ചതിൽ അവൾ ഒരുപാട് ദുഃഖിക്കും. അത് മാത്രമല്ല വിഷയം, പ്രീതിക്കിപ്പോ ധൈര്യം വല്ലാതെ കൂടിയിട്ടുണ്ട്. പരിസരബോധം ഇല്ലാതെ മഞ്ജുവിന്റെ മുമ്പിൽ വെച്ച് നിന്നോട് കൊഞ്ചിക്കൊഴയുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നായിരിക്കും. എനിക്ക് 2 കണ്ണുകളുണ്ട് മോനെ, പലതും ഞാനും കാണുന്നുണ്ട്. ഇപ്പൊ പ്രീതി കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് കരുതി ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് വെറുതെ പ്രവചിക്കാൻ നിൽക്കരുത്. പ്രീതി നിന്റെയും മഞ്ജുവിന്റെയും ബന്ധത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. മഞ്ജുവിന് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഏത് സമയവും വീട്ടിൽ നിൽക്കില്ലായിരുന്നു. പ്രീതി ചെയ്യുന്നതെല്ലാം കണ്ട് മഞ്ജുവിന് എന്തെങ്കിലും സംശയം തോന്നിയ വെറുതെ വഴക്കും ബഹളവും ഉണ്ടാകും. നീ എങ്ങനെയെങ്കിലും മഞ്ജുവിനോടൊന്ന് സംസാരിച്ച് ജോലിയിൽ തുടരാൻ പ്രോത്സാഹിപ്പിക്കണം. പ്രീതി കാനഡയിലേക്ക് പോകുന്നത് വരെ നമ്മൾ നന്നായി സൂക്ഷിക്കണം. ഞാൻ പരമാവധി ശ്രമിക്കാം. പക്ഷേ മഞ്ജു ഒരിക്കലും ഒരു തീരുമാനമെടുത്താ അത് മാറ്റാൻ വലിയ പാടാ. പ്രീതി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാ. അവളുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാനെന്തായാലും പ്രീതിയോടൊന്ന് സംസാരിക്കാം. അവളെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്നതിൽ നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല. ഇത്രയും കാലം അവളെ കൈവിടില്ല, സംരക്ഷിക്കുമെന്ന് പറഞ്ഞു നടന്ന നിനക്കെന്താ ഇപ്പൊ പെട്ടെന്നൊരു മനമാറ്റം? ഒന്നുമില്ല, നാട്ടുകാരെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കണ്ടെന്ന് കരുതി. എന്താ ആന്റി, ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. കൊല്ലാൻ ആളെ വിട്ടിട്ട് കാര്യം നടക്കാത്തോണ്ട് നേരിട്ടിറങ്ങിയതാണോ? ഈ നിമിഷം വരെ എനിക്ക് നിന്നെ കൊല്ലണമെന്ന് ഒരു ഉദ്ദേശമില്ലായിരുന്നു. നിന്നെ 2 തല്ല് തന്നിട്ട് നിലയ്ക്ക് നിർത്തണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ നീ ഇപ്പോഴും ചെയ്യാത്ത തെറ്റിന് എന്നെ കുറ്റപ്പെടുത്തുമ്പോ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ മറിയെ എന്നെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏൽപ്പിച്ചത്? അതെനിക്കെങ്ങനെ അറിയാനാ? അത് മറിയയും അവൾക്ക് കാശ് കൊടുത്തവനും തമ്മിലുള്ള ഇടപാട്. അത് അന്വേഷിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. നിന്നെ എനിക്ക് തീർക്കണമെന്ന് തോന്നിയാ ഞാൻ തീർത്തിരിക്കും. പിന്നെ നീ ഇങ്ങനെ ജീവനോടെ എന്റെ മുമ്പിൽ വന്ന് ഞെളിഞ്ഞു നിൽക്കില്ല. അത് കാൻഡിയുടെ വെറും തോന്നല. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എത്ര വലിയ ഗുണ്ട വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നാ നിനക്ക് ആ ദൈവാനുഗ്രഹം ഉണ്ടോന്ന് ഒന്ന് പരീക്ഷിക്കാം. ഈ പ്രായത്തിലും അടിക്ക് നല്ല പവറാണല്ലോ. നിന്ന് വാചകം അടിക്കാതെ വാടി. നീയൊക്കെ ഇത്രയേ ഉള്ളൂ. എന്നോട് മുട്ടാൻ നീ ആളായെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോടി? ആന്റി, 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 ആന്റി,
എന്തു പറ്റി? പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് വീണു. ശ്വാസം എടുക്കുന്നത് കുറച്ചു നേരത്തേക്ക് നിന്നു. പിന്നെ CPR കൊടുത്തിട്ടാ ശ്വാസം എടുക്കാൻ തുടങ്ങിയത്. പക്ഷെ ബോധം തെളിയുന്നില്ല. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ ആംബുലൻസ് വിളിക്കാം. തൽക്കാലം ഡിസ്പെൻസറി കൊണ്ടുപോയി കിടത്തിയാൽ മതി. ആംബുലൻസ് വരുന്നവരെ ശ്വാസം എടുക്കുന്നത് നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ഇവരെ ഡിസ്പെൻസറിയിലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകാം മാഡം. പതുക്കെ പിടിക്ക്. മാഡം പതുക്കെ. മൂക്ക് പിടിക്ക്. നടക്ക്. നീ എന്താണ് ഞങ്ങളുടെ അക്കമ്മ ചെയ്തേ? നീ അവരെ കൊന്നോ? ഞാനൊന്നും ചെയ്തില്ല. അവർ അറ്റാക്ക് വന്ന് വീണതാ. പിന്നെ ഇത്രയും ആരോഗ്യമുള്ള അക്കമ്മയ്ക്കല്ലേ അറ്റാക്ക്?